ഈ പ്രയാസങ്ങൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വലിയ സങ്കടം പറഞ്ഞ മന്ത്രിമാരെവിടെ പോയി? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉത്തരവാദിത്തം എവിടെ? ഈ നാട്ടിലേക്ക് ജനങ്ങളെ സഹായിക്കാൻ സഹായവുമായി വന്ന മനുഷ്യരെ മുഴുവൻ അടിച്ചോടിച്ച ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പോയി? ഇവരൊക്കെ ഒരാളുമില്ല. ഈ സമരപ്പന്തലിലേക്ക് കടന്നു വരാൻ പോലും ധൈര്യമില്ലാത്തവരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മാറിയെങ്കിൽ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാരിന് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് പറയണം. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇവിടെ മനുഷ്യരെ സഹായിക്കാൻ ഇറങ്ങി വന്ന നൂറുകണക്കിന് സംഘടനകൾ, അവരൊക്കെ മറ്റൊരു ദുരന്തം വരുന്നത് വരെ ഈ പടവും കെട്ടിപ്പിടിച്ചിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഒരു നാട്ടിലല്ല, നാടിന്റെ നാനാഭാഗത്തും ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം, 3-4 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മണ്ണിലിടിച്ചിലും ദുരന്തങ്ങളും വെള്ളം കയറിയിട്ടുള്ള കോടിക്കണക്കിന് നഷ്ടങ്ങളും അവിടേക്കൊക്കെ സഹായങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നേതൃത്വം മാത്രം നൽകിയാൽ മതി സർക്കാർ. ആ നേതൃത്വം കൊടുക്കുന്നതിന് പകരം പരിപൂർണമായും വില്ലത്തരം ഞങ്ങൾ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കൂ. എന്താണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വിജയിച്ച MLA UDFന്റെ MLA ആണ്, കോൺഗ്രസിന്റെ MLA ആണ്. നാളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ദുരന്തങ്ങളൊക്കെ നല്ല രീതിയിൽ ആ പരിസന്ധികളെ മറികടക്കാൻ ഇവിടുത്തെ ജനങ്ങളും ഗവൺമെന്റും എടുക്കുന്ന നടപടിക്ക് മുന്നിൽ സ്വാഭാവികമായും MLA തന്നെയാണ് മുൻനിരയിലുണ്ടാവുക. അത് നാളെ വോട്ടായി മാറുമോ? ആലോചിക്കണം നിങ്ങള്. ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഇതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടുമോ UDFന്? അതോ ആയിരക്കണക്കിന് ആളുകളുടെ ദുരന്തം അത് പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കണോ എന്ന് ആലോചിക്കേണ്ട ഗവൺമെന്റ് എത്ര വലിയ എന്ത് വാക്കാണ് അതിനെ ഉപയോഗിക്കുക ആ മാനസികാവസ്ഥക്ക്? അല്ലാതെ എന്ത് തടസ്സം? ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കിയിട്ട് ഒരു തടസ്സവും കാണുന്നില്ല. ചെലവഴിക്കാൻ പണം ജനങ്ങൾ നൽകിയിരിക്കുന്നു. പക്ഷേ ഇതിന്റെ ദുരന്തം ഈ ഗവൺമെന്റ് അനുഭവിക്കാൻ പോവുകയാണ്. ഈ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊണ്ട് സർക്കാർ കളിക്കാൻ പോകുന്നതെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ഇവിടെ വരാതിരിക്കട്ടെ. ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ജനങ്ങളുടെ മനോഗതി എന്താകുമെന്നെങ്കിലും ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പച്ചയായ രാഷ്ട്രീയം, ജീവിതത്തിന്റെ മുഴുവനും നഷ്ടപ്പെട്ടവർ, കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടവർ, കൊച്ചുമക്കളെ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവർ, ഒന്നും കയ്യിലില്ല, ഉടുതുണി പോലുമില്ലാത്ത ഈ മനുഷ്യരെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് സഹായിച്ച് പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാമെന്ന് പറയുമ്പോ ഇപ്പോഴും ഭൂമി കിട്ടിയിട്ടില്ല. അത്രേ, ഒരു കാലത്തും കിട്ടാത്ത ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭൂമി കൊടുക്കാൻ പലരുമുണ്ട് ഇവിടെ. ഇപ്പൊ വലിയ ടൗൺഷിപ്പ് ഇവിടെ നിർമ്മിക്കണം. അവിടെ ഹെലിപ്പാഡ് വേണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വന്നിറങ്ങാൻ. വിശാലമായ പൂന്തോട്ടങ്ങൾ വേണം, സ്വിമ്മിംഗ് പൂളുകൾ വേണം. ആ ചിത്രം കാണണം നിങ്ങള്. ഒരു കാലത്തും നടക്കാത്ത മനുഷ്യന്റെ ഈ വയനാടുകാരുടെ ഹൃദയത്തിലേക്ക് പോലും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മെട്രോപൊളിറ്റൻ സിറ്റി ഇവിടെ നിർമ്മിക്കാൻ പോവുക. അതിന് ഭൂമി ഇവിടുന്ന് കിട്ടണം, കോടതിയിൽ നിന്ന് വിധിയായി വന്നിട്ട് കിട്ടണം. ഏത് കാലത്ത് കിട്ടും? അതൊക്കെ വിധിയായി വന്ന് കിട്ടി. ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴേക്ക് ഇന്ന് ഈ ബാക്കിയായ തലമുറ പോലും ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് ഒരു ജനതയെ
ഒന്നാകെ നയിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരവധി അനവധി ആളുകളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടതാണ്. ഇവിടെ മനുഷ്യൻ പ്രതികരിക്കാൻ തയ്യാറാകേണ്ടതിന്റെ ആ സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ജില്ലയാകെ, ഈ സംസ്ഥാനമാകെ ഈ സമരം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ നാടിനെ മതിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. വന്യമൃഗശല്യമടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഈ നാടിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാര്, ഭരണാധികാരികൾ മുഴുവൻ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുള്ള ഈ മനുഷ്യരുടെ ഹൃദയവേദനയാണ് ഞങ്ങളെ നയിക്കുന്നത് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത, ഈ ധർണയിൽ പങ്കെടുത്ത, ഇവിടെ കേൾക്കാനെത്തിയ വയനാടിന്റെ മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം നിങ്ങളോടുള്ള നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.